നമ്മളെ ചോട്ടൂൻ്റെ ചിലവാണ്. 6 മാസത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ആൾ ലാബിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അതുമാത്രമല്ല ആളെ കല്യാണമാണ് ഈ ഡിസംബർ 22-ന്. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ചിലവാണ് കേട്ടോ. ബാക്കി ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. നോ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഖദീജ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇവിടെ കലിഞ്ഞ് തിരിഞ്ഞ് നടന്ന് ലാസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പോട്ട് കണ്ടെത്തിട്ടോ. സംസമിലാണ് പോയത്. സൂഫിയിൽ പോയിട്ട് നല്ല തിരക്ക്. പിന്നെ നമ്മൾ സംസമിലേക്ക് വിട്ടു. സൺഡേ ഈ ഒരു ഉച്ച ടൈം എല്ലാ സ്ഥലത്തും നല്ല തിരക്കാണ്. ഞങ്ങൾ എല്ലാ പ്രീമിയം മന്തിക്കടയിലും തെണ്ടിയിട്ട് അവസാനം എത്തിയതാട്ടോ സംസമിൽ. ഇവിടെ തന്നെ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. അങ്ങനെ ആദ്യം തന്നെ വത്തക്കവെള്ളം വന്നു. അത് കുടിച്ച് നമ്മൾ അനഘനെ എങ്ങനെ മുടിപ്പിക്കും എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ വിചാരിച്ച മാതിരിയൊന്നും നമുക്ക് പ്ലാനിങ് നടത്തില്ല. കാരണം 3 മണി ഇപ്പം തന്നെ ആയിട്ടുണ്ട്. എല്ലാം വിശന്ന് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. അവസാനം നമ്മൾ മന്തിയും അൽഫാമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ കുഴപ്പമില്ല, ഒരു ഏവറേജ് റൈസ് വലിയൊരു എനിക്ക് ലൈക്കായില്ല. പക്ഷേ അൽഫാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് ഇനി അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാണ്. അനഘയ്ക്ക് ചെറിയൊരു ബ്രൈറ്റ് ട്യൂബി കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് നമ്മളെ ഷുഗർ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ ബീച്ച് റോഡിലുള്ള അവിടെയാണ്. ഷുഗർ സിസ്റ്റേഴ്സിൽ പോയത് നമ്മൾ അവിടുത്തെ ഒരു ആംബിയൻസിനാണ് കേട്ടോ. കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പേസ് ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടി പോയതായിരുന്നു. പക്ഷേ നമ്മളെ കേക്ക് ചതിച്ചു ഗേസ്. ഈ 2 കളറുള്ള കേക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അനഘൻ്റെ ഡ്രസ്സിലേക്ക് ഒരു മാച്ചില്ലായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ ഈ ഒരു ബ്ലൂ എടുത്താലോ എന്നൊക്കെ ആലോചിച്ചു. അങ്ങനെ എടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടോ. കേക്ക് സെറ്റ് ആവാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത പ്ലാനിലേക്ക് പോയി. ബീച്ചിൽ കുറച്ച് നേരം കറങ്ങിയതിൻ്റെ ശേഷം റിട്ടേൺ പോകുമ്പോൾ നമ്മളെ വട്ടക്കിണറുള്ള കേക്കൻ ബോക്സിൽ വെച്ചിട്ടാക്കാം ബ്രൈറ്റ് ട്യൂബിന്നായിട്ടോ. അപ്പോൾ അതൊന്നും അറിയാതെ അനഘ ഞങ്ങൾ കൂടെ വരുന്നുണ്ടായിരുന്നു കേസ്. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലേക്കാട്ടോ പോയത്. ബീച്ചിൽ പോയി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ കറങ്ങാനൊക്കെ ആയിരുന്നു പ്ലാന്. പക്ഷേ നമ്മൾ 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം തന്നെ നമ്മളവിടെ ഒരു ലേഡീനെ കണ്ടു. ഇങ്ങനെ കൈ നോക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അവരെ കണ്ടപ്പോൾ പിന്നെ എല്ലാം അതിൻ്റെ മൂട്ടിലിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 1.5 മണിക്കൂറാട്ടോ പോയി. മോളെ കയ്യുണ്ടാന്ന് അറിയ രേഖയാ. പക്ഷേ കൈന്നറിയ രേഖപ്പെട്ടിയ അതിഭാഗ്യം മതിവെളുപ്പ് സൂത്രങ്ങളൊക്കെ വേണമെന്ന്. സൂത്രം കുറച്ച് കൂടുതലാണ്. സൂത്രങ്ങളൊക്കെ ആവേണ്ട കയ്യാണ്. സൂത്രം ഇല്ലാന്ന് വിളവും സൂത്രമൊന്നും ഇല്ലാന്ന്. ഈ രേഖ ആയുസാണ്. ആയുസ് 82. തല്ലി കൊന്നാലും ബുദ്ധിയില്ലാന്നല്ല, വേണ്ടോടത്തില്ല. ആ ചേച്ചി അവിടെ ഇരുന്നിട്ട് 10 മിനിറ്റ് കൊണ്ടാണ് അനഘൻ്റെ ജീവചരിത്രം പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോട്ടൂനും നോക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ചോട്ടൂൻ്റെ കൈ കൂടെ നോക്കിട്ടോ. രണ്ടാണ് അനഘ തന്നെയാ. വയസ്സ് 22. കയ്യുണ്ടാ 4 രേഖയാ. പക്ഷെ 4 രേഖ കയ്യിൽ കണ്ടാ നാട്ടില് മന്ത്രിയാ, വീട്ടില് കളിക്കാതെ. പക്ഷെ കയ്യ കൊണ്ട് വീട്ടിൽ നിലവിലില്ലാന്നല്ല കേട്ടോ. പുറത്തിറങ്ങിയാൽ നിലവിലുള്ള മോളാ. തൊള്ളപടായിക്ക് ഒട്ടും കുറഞ്ഞില്ല. തൊള്ളപടായി കൊണ്ട് കാര്യം കഴിച്ചതാണ്. ഏത് പരിചയാത്തവർക്കും പരിചയപ്പെടും. ഒരു രഹസ്യങ്ങളൊന്നും മനസ്സിലിരിക്കില്ല. ഏത് വെട്ടി തുറന്ന് പറഞ്ഞാൽ സമാധാനമാകും. മോളെ കൈരേ കൊണ്ട് വിവാഹം ഒറ്റ സ്ഥാനം കാണുന്നേട്ടാ. ഒരു കല്യാണം ഉണ്ടാവുള്ളൂ, ഒറ്റ ഉള്ളൂ. പക്ഷെ ഇഷ്ടപ്പെട്ട വിവാഹം തന്നെ. ഇവരിങ്ങനെ പറയുന്നത് കേട്ടിരിക്കാൻ നല്ല രസമാണെങ്കിലും ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കറക്കിക്കുത്ത്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ചിലപ്പോൾ ചിലതൊക്കെ ശരിയാവുന്നുണ്ട്, ചിലതൊക്കെ കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു, ചിലതൊക്കെ പൊട്ട തെറ്റാണ്ടോ. 1-2 ഫോട്ടോസും കൂടി എടുത്ത് ബീച്ചിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ടോ. ഇപ്പം തന്നെ 1-2 മണിക്കൂർ ഞങ്ങൾക്ക് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി സമയം ഇനി ബ്രൈറ്റ് ട്യൂബിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ നേരെ പോയത് വട്ടക്കിണറുള്ള കേക്ക് ബോക്സിലേക്കാട്ടോ. അപ്പോൾ അവിടെ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങളോട് വന്ന് അനഘ കാണാതെ ഒരു കേക്കൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ചെറിയൊരു പീസ് കേക്ക് കൂടെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞ് അനഘനെ ഇവിടെ എത്തിച്ചതാണ്. പക്ഷേ ആൾക്ക് അവിടെ എത്തിയപ്പോഴേ ഓടിയിട്ടുണ്ട് കേട്ടോ. സംഗതി വേറെ എന്തോ ആണെന്ന്. ഞങ്ങളെ പ്ലാനിങ് ഒക്കെ ചെറുതായിട്ട് പാളി പോയെങ്കിലും പരിപാടിയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു. ഒന്നാമത്തെ കാരണം എല്ലാവരും വർക്കിംഗ് ആണ്. ആകെ ഒരു ദിവസം ലീവ് കിട്ടുള്ളൂ, സൺഡേ. ആ സൺഡേ ആൾക്കൂടെ ലീവ് ആവണം. കിട്ടിയ സമയം യൂസ് ചെയ്യാന്നല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് തന്നെ ആക്കിയത്. ചോട്ടു എന്തായാലും നമ്മൾ അടുത്ത വീഡിയോസിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചോട്ടുവിൻ്റെ വെഡ്ഡിങ് വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബ്രൈറ്റ് ട്യൂബൊക്കെ കഴിഞ്ഞു. ഓക്കെ, ബൈ ബൈ, സീ യു.